السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായി ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവർ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർണ്ണീച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിലിരിക്കുന്നവർക്ക്, മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകളും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്നവരുണ്ട് അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിലിരിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർണ്ണീച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർണ്ണീച്ചു കൊടുക്കണേ തമ്പുരാനേ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് ധാരാളം ആളുകൾ, നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. തങ്ങളെ പ്രത്യേകമായി ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ആഹുവേ, നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. പലതരം രോഗത്താൽ പ്രയാസപ്പെടുന്നവർ. അല്ലാഹുവേ, എല്ലാ രോഗങ്ങൾക്കും നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി. അല്ലാഹുവേ, അവരുടെ ഖബറുടെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നതുപോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അവരുടെ ഖബറുകളിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശിനൊരു വിരിപ്പിനെ നീ വിരിപ്പിക്കണമല്ലോ. നീ വിരിപ്പിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, കടത്താൽ പ്രയാസപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആർക്കും അല്ലാഹുവേ കടം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാഹ്. ആരെയും നീ കടം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാഹ്. ഷഹീദിന്
പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട റബീഉൽ ആഖിർ മാസത്തിലാണ്, റബീഉൽ ആഖിറിലെ അവസാനത്തെ ദിനം. ഇന്ന് മഗ്രിബോടുകൂടെ മാസപ്പിറവി കാണുകയാണെങ്കിൽ നാളെ ജമാദുൽ അവ്വൽ 1 ആണ്. ജമാദുൽ അവ്വൽ 1 ആണ്. നാളെ ഇന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ നാളെ 30 പൂർത്തീകരിച്ച് മറ്റന്നാളെ ആയിരിക്കും ജമാദുൽ അവ്വൽ. ഇൻഷാ അല്ലാഹ് ഇന്ന് റബീഉൽ ആഖിറിലെ അവസാനത്തെ ദിനമാണ്. എന്നാണ് റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വന്ന് അറിഞ്ഞോ? റബീഉൽ അവ്വൽ വന്ന്, റബീഉൽ ആഖിർ വന്ന്, ജമാദുൽ അവ്വൽ വരാൻ പോവാണ്. എത്ര പെട്ടെന്നാണ്. നമ്മൾ ഈ അടുത്തായിട്ട് മജ്‌ലിസിൽ ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഓരോരോ ദിവസങ്ങള്, ഓരോരോ മാസങ്ങള്, ഓരോരോ മിനിറ്റുകൾ, മണിക്കൂറുകൾ നമ്മളിങ്ങനെ കടന്നു നീങ്ങുന്നത്. ഇതൊക്കെ നമുക്ക് വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള സമയങ്ങളാണ്. നമ്മുടെ ഓരോരോ സമയങ്ങൾ നമുക്ക് അമൂല്യമാണ്, അത് വിലപ്പെട്ടതാണ്. അതൊരിക്കലും പിന്നീട് തിരിച്ചു കിട്ടാൻ കഴിയൂല. ഇന്നലത്തെ ദിവസം അതായത് റബീഉൽ ആഖിർ 28 2025 നമുക്ക് തിരിച്ചു കിട്ടോ? ലോകത്ത് തിരിച്ചു കിട്ടാത്ത ഒരു മുതൽ അത് സമയമാണ്. ചില ആളെടുത്ത് കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാനുള്ളവരുണ്ട്, അതും ചിലപ്പോൾ തിരിച്ചിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഡൗട്ടുണ്ടോ താങ്കൾ? എനിക്ക് കൊടുത്ത ക്യാഷ് തിരിച്ചിട്ടാണല്ലോ, അതും ഒരു അത്ഭുതം തന്നെയാണ്. അതും അത്ഭുതമാണ്. എല്ലാ സമയവും അത്ഭുതമാണ്. സമയവും നമുക്ക് കിട്ടൂല, കഴിഞ്ഞു പോയ സമയം. ഒരു കഥ ഞാൻ പറയാം. ഒരു കഥ, ചരിത്രം, നല്ലൊരു കഥ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഒരു വ്യക്തി ഒരു കൊട്ടയിൽ കുറെ കല്ലുമായി പുഴയുടെ കടവത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ആ കൊട്ടയിലെ കല്ലെല്ലാം ഇങ്ങനെ എന്തോ ഒരു ഹാലില്, എന്തോ ഒരു ചിന്തയില് ആ കല്ലൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുളത്തിലേക്ക്, അതായത് സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. അവസാനം അദ്ദേഹം തിരിച്ചു മടങ്ങിയപ്പോൾ അബോധാവസ്ഥയിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ആ കൊട്ടയിലേക്ക് നോക്കിയപ്പോൾ 2 രത്നങ്ങൾ ഇങ്ങനെ തിളങ്ങണം. 2 രത്നക്കല്ലുകൾ ഇങ്ങനെ തിളങ്ങണം. അദ്ദേഹം ചിന്തിച്ചു, ഇത് മൊത്തം രത്നമായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ല. ഇത് മൊത്തം രത്നമായിരുന്നു. ആ രത്നത്തെയാണ് ഞാൻ ഓരോ പുഴയിലേക്ക് എറിഞ്ഞത്. അതുപോലെയാണ് നിങ്ങൾ ഓരോരോ മിനിറ്റുകളാണ്. അദ്ദേഹം എറിയുമ്പോൾ ഉണ്ടാകുന്ന, പുഴയിലുണ്ടാകുന്ന ക്ലിക്ക് 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 എന്ന ശബ്ദം അല്ലേ, ആ വാച്ചിലെ സെക്കൻഡ് സൂചി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ശബ്ദം അല്ലേ, ക്ലോക്കിലൊക്കെ കാണാം ഇല്ലേ? അതാണ് അദ്ദേഹം ഇട്ടപ്പുണ്ടായിരുന്ന ആ ശബ്ദം. അദ്ദേഹം എറിഞ്ഞത് മുഴുവൻ സമയങ്ങളാണ്, വിലപ്പെട്ട സമയങ്ങളാണ്. കിട്ടാത്ത അമൂല്യമായിട്ടുള്ള രത്നങ്ങളെക്കാളും വലിയ ശ്രദ്ധയുള്ള സമയമാണ്. രത്നങ്ങളെക്കാളും വിലപ്പെട്ടതാണ് സമയം. നമ്മൾ നഷ്ടപ്പെട്ടു പോയ സമയം. ഒരിക്കലും നമ്മൾ ഖേദിച്ചിട്ടോ അതിൽ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല. എന്നിൽ നിന്ന് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കുള്ള സമയം, നമ്മളെ കയ്യിലുള്ള ഈ സമയം നമ്മൾ മുതലെടുക്കണം. ഇങ്ങനെയുള്ള മജ്‌ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് ധാരാളമായി ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയത്തെ, വിലപ്പെട്ട സമയത്തെ ഞാൻ കവർന്നെടുക്കുന്നില്ല, നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മജ്‌ലിസിൽ പങ്കെടുക്കാനാണ്. മജ്‌ലിസിൽ പങ്കെടുക്കാനാണ്. ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, ആ ദുആയിലൊക്കെ ഒന്ന് പങ്കെടുത്ത് റാഹത്തായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ പ്രഭാത സമയം തുടങ്ങാനാണ്. വലിയ ഖൈറുണ്ടാവാൻ, വലിയ ബർക്കത്ത് ഉണ്ടാവാൻ. കച്ചവടം ചെയ്യുന്നവർ എത്രയോ സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ മജ്‌ലിസ് കണ്ടിട്ടാണ് ഞാൻ കടയിലേക്ക് നീങ്ങാറുള്ളത്.
എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്കാണെങ്കിലും ഞാൻ നീങ്ങാറുള്ളത്. അന്ന് മുതൽ വലിയ ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട്. ബർക്കത്ത് ഉണ്ടാവും എൻ്റെ മുത്തുനിങ്ങളെ, ബർക്കത്ത് ഉണ്ടാകും. എങ്ങനെ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാവാതിരിക്കാം? നമ്മൾ പ്രഭാത സമയത്ത് ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാണ് തൗഹീദിന്റെ. ഇതിനെക്കായും ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റിയൊരു ദിക്റില്ല. ഇസ്തിഗ്ഫാർ ചൊല്ലാണ്, ദിക്റുകൾ ചൊല്ലാണ്, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമ്മൾ ഇറങ്ങാണ് കടയിലേക്ക്. പിന്നെ എങ്ങനെ അവിടെ പരാജയം ഉണ്ടാവല്? എവിടുന്ന് പരാജയം ഉണ്ടാവും? അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്, അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പക്ഷെ അതെല്ലാവർക്കും അവസാനമായി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله
റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الجمل الليل كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيم دبوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا راجنا يا ملك الجبار يا مالك الملوك يا الله ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാൻ റഹീമീനായ
തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ, ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ, എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ, എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ, ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ, ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ, ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹു നീ തീർത്ത് നൽകണമല്ലോ, ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ, ജീവിത വിജയികളിലല്ലോ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണമല്ലോ, നീ പ്രകാശിപ്പിക്കണമല്ലോ. അല്ലാഹു ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണല്ലോ, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണമല്ലോ, നീ മർഹമത്ത് കൊടുക്കണമല്ലോ. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണല്ലോ, ഞങ്ങളും മൗത്താകുമല്ലോ. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ, ഖബറിൽ രക്ഷ നൽകണമല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്‌ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ ഖയ്യൂം, യാ ഹയ്യ
قيوم يا حي يا 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 قيوم أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹുവേ നീ ഖബൂലാക്കണം ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണല്ലോ ജീവിത വിജയികളിൽ ചേർക്കണല്ലോ കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലോ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണല്ലോ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ
ഈമാൻ നൽകണല്ലോ, ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണല്ലോ, ഇബാദത്തിന് നല്ല ഖുശൂ നൽകണല്ലോ, നല്ല ഇഖ്ലാസ് നൽകണല്ലോ, നല്ല ആത്മാർത്ഥത നൽകണല്ലോ, ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണല്ലോ. അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ. ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണല്ലോ. ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണല്ലോ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണല്ലോ. അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണല്ലോ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണല്ലോ. അല്ലാഹുവിന്റെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണല്ലോ, ജോലിയിലെല്ലാം നീ വിജയം നൽകണല്ലോ, ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ. സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد
الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിലേക്ക് വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. തങ്ങളുപ്പാ എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ശിഫക്ക് വേണ്ടി ദുആ ചെയ്യണേ. ബിസിനസ്സിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ആ പൊന്നാര പൊന്നുമ്മാടെ എല്ലാ സുഖം നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് ഈ മജ്ലിസിൽ ചൊല്ലിയ ദിക്റിന്റെ ഇസ്തിഗ്ഫാറിന്റെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹഖ് ജാ ബർക്കത്തു പൊന്നുമ്മാക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് തങ്ങളുപ്പാ ഞങ്ങളെ കടങ്ങൾ വീടാനും ഭർത്താവിന്റെ അസുഖങ്ങൾ ശിഫയായി കിട്ടാനും പ്രത്യേകമായി ദുആ ചെയ്യണം. അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം. അല്ലാഹ് ഭർത്താവിന്റെ അസുഖങ്ങൾക്കെല്ലാം നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് തങ്ങളുപ്പാ ഞങ്ങളുടെ കടങ്ങൾ വിടാനും ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാനും മാസാമാസം ശമ്പളം കിട്ടാനും മജ്ലിസിൽ ദുആ ചെയ്യണേ. അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം. അല്ലാഹ് മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം. അല്ലാഹ് ഭർത്താവിന്റെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് കൊടുക്കണം. അല്ലാഹ് നിഅമത്തിനാക്കണം. അല്ലാഹ് രോഗങ്ങൾ ശിഫയാവാൻ ദുആ ചെയ്യണേ. കല്യാണം റാഹത്തിലാവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഭർത്താവിന്റെ നടുവേദനയും കാൽവേദനയും കുറവേ വർഷങ്ങളായി തങ്ങളെ അത് മാറാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ മക്കൾക്ക് നല്ല ഇണയെ കിട്ടാനും അവർ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തുണ്ടാവാനും ദുആ ചെയ്യണേ. പൊന്നുമക്കൾക്ക് സ്വാലിഹത്തായ ഇണകളെ നീ കൊടുക്കണമല്ലോ. അവർ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് കൊടുക്കണമല്ലോ. ആഖിബത്ത് നന്നാവാനും അസുഖങ്ങൾ മാറാനും പ്രത്യേകം ദുആ ചെയ്യണേ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണമല്ലോ. അസുഖങ്ങൾക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. തങ്ങളുപ്പാ പുതിയ വർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ നീ വർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണമല്ലോ. വീടാവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ ഖൈറായ ഒരു വീട് ഒരു മസ്കൻ നീ പ്രദാനം ചെയ്യണം. അല്ലാഹ് സിഹ്ർ മാറി കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹു എല്ലാ സിഹ്റും നീ ബാത്തിലാക്കി കൊടുക്കണം. അല്ലാഹ് ഭർത്താവിനും രണ്ട് മക്കൾക്കും ജോലിയിൽ ബർക്കത്തുണ്ടാവാനും മരുമക്കൾക്ക് ജോലി കിട്ടാനും രണ്ട് കുട്ടികൾ കൺകാഴ്ചയുണ്ടാവാനും ദുആൽപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. ഭർത്താവിന് ജോലിയിൽ ഖൈറും ബർക്കത്തും നീ കൊടുക്കണം. അല്ലാഹ് മരുമകന്റെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണം. അല്ലാഹ് മരുമകന്റെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് കുട്ടികളുടെ കൺകാഴ്ച അല്ലാഹു നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് ഉസ്താദേ എൻ്റെ വേദന മാറാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സന്തോഷവും സമാധാനവും കിട്ടാനും മക്കൾ തമ്മിൽ ഐക്യവും സ്നേഹവും ഉണ്ടാവാനും ദുആ ചെയ്യണേ. അല്ലാഹുവേ സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണം. അല്ലാഹ് അവരുടെ ജോലി സ്ഥലത്ത് നീ ഐക്യം നീ പ്രദാനം ചെയ്യണം. അല്ലാഹ് തങ്ങളിപ്പോൾ മകന് ഖൈറായ ജോലിയും വിവാഹവും പെട്ടെന്ന് കിട്ടാൻ ശരിയായി കിട്ടാൻ സന്തോഷമുള്ള കുടുംബജീവിതം കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് ഖൈറായ ഇണയെ നീ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് തങ്ങളിപ്പോൾ ഭയങ്കര പ്രയാസത്തിലാണ്. ഞങ്ങളെ കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. കടം വിടാൻ മാർഗമുണ്ടാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം. അല്ലാഹ് മരുമകന്റെ ഡിസ്കിന്റെ പ്രയാസം മാറാൻ, ഊരവേദനയും മകളുടെയും കുട്ടികളുടെയും കാഴ്ചക്കുറവും തലവേദനയും മാറാൻ മരണപ്പെട്ട ഉപ്പ ഉമ്മ മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം. അല്ലാഹ് മക്കളുടെ എല്ലാ രോഗങ്ങൾക്കും നീ ആജിലായി കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് മരുമകന്റെ ഊരവേദന അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് നീ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് മരിച്ചുപോയ ഉമ്മാടെയും ഉപ്പാടെയും ഖബർ നീ റാഹത്തിലാക്കണം. അല്ലാഹ് സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണം. അല്ലാഹ് സ്ഥലം വിൽക്കാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. തങ്ങളുപ്പാ എൻ്റെ മോന് സ്വാലിഹായ മകനാവാൻ ദുആ ചെയ്യണം. അല്ലാഹു സ്വാലിഹീങ്ങളിൽ ചേർക്കണം. അല്ലാഹ് എൻ്റെ ശരീരവേദന മാറാനും തലേൻ്റെ ചൂട് മാറാനും നമ്മളിപ്പോൾ പ്രത്യേകം ദുആ ചെയ്യണേ. എല്ലാ പ്രയാസങ്ങളും മാറാൻ ദുആ ചെയ്യണേ. എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് തങ്ങളെ ചില സമയത്ത് ടെൻഷൻ വരികയാണ്. ടെൻഷൻ മാറാൻ തങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കടങ്ങൾ വിടാൻ ദുആ ചെയ്യണേ. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണേ. അവളുടെ ടെൻഷൻ മാറി കിട്ടാൻ ദുആ ചെയ്യണേ. ഭർത്താവിനും മക്കൾക്കും നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഭർത്താവിനും മക്കൾക്കും നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണം. അല്ലാഹ് അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണം. അല്ലാഹ് കടങ്ങൾ വിടാൻ ദുആ ചെയ്യണേ. അല്ലാഹ് മോൾക്ക് നിസ്കരിക്കാനുള്ള മടി മാറാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്.
പേരക്കുട്ടികൾക്ക് ഹാർട്ടിന് ഹോളുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ കഴിച്ചിലാവാൻ ദുആ ചെയ്യണേ. ഓപ്പറേഷൻ ഇല്ലാതെ നീ കഴിച്ചിലാക്കി കൊടുക്കണം. സിഹ്ർ ബാത്തിലാവാൻ ദുആ ചെയ്യണേ. ടെൻഷൻ മാറാൻ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ രോഗം മാറാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ. എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസ്സനാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. മുറാദുകൾ നീ ഹസ്സനാക്കി കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിയവരുണ്ട്, എഴുതാൻ അറിയാത്തവർ, മനസ്സിൽ കരുതിയവർ. എല്ലാവരുടെയും സകലമായ ചെറുതും വലുതുമായി എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാഹ്. പരിപൂർണ്ണ നിലയ്ക്ക് നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ
ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, റഹ്മാൻ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്.
ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഈ കാമ് റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാ
ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.